ഈ പ്രാവശ്യം ജയിലിലേക്ക് നൂറയെയും സാബുമോനെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ അവരെ ജയിലിലടയ്ക്കാൻ അനീഷ്, അനിമോള്, ഷാനവാസ് എല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ അനിമോള് അനീഷിന് ചാവി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നൂറയോട് പറയണ ഇത് അനീഷേട്ടൻ്റെ ജയിലാണ് കേട്ടോ, അനീഷേട്ടൻ്റെ സ്വന്തം ജയിലാണെന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത് ഞാനും കൂടെ ഒന്നിച്ച് അനീഷേട്ടനോട് പറയുന്നു ഒന്നിച്ച് നമുക്ക് ജയിൽ തുറക്കാമെന്ന് പറയുന്നു. അങ്ങനെ തുറന്ന് അവരെ അകത്ത് കയറ്റിയിട്ട് അനീഷ് പൂട്ടുമ്പം ഷാനവാസ് അനീഷിൻ്റെ തോളെ കൈയിട്ടിട്ട് സാബുമോനോട് പറയാണ് നീ പിന്നെ വളരെ ദുഃഖിച്ച് ഇരുന്നോ, അപ്പം കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടും, നിൻ്റെ നേരെയാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നൂറ പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കൂടെ എന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പം ഷാനവാസ് പറഞ്ഞു നീ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പം ഷാനവാസ് എന്നിട്ട് സാബുമോനോട് ചോദിക്കണം നീ വല്ല തെറ്റ് ചെയ്താ? പറഞ്ഞ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് നിന്നെ 1.5 മിനിറ്റാണ് നിൻ്റെ കുറ്റങ്ങൾ അനുമോള് പറഞ്ഞത്. അപ്പം അനുമോള് പറയണം ഇനി എന്നെ ഓരോന്ന് പറഞ്ഞോ, ഷാനവാസിൻ്റെ ഉറ്റ കൂട്ടുകാരനാണല്ലോ അനീഷേട്ടൻ, എന്നിട്ട് ഷാനവാസ് എത്രയോ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തേക്കുന്നത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയും എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അനുമോളെ ആക്കിയിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ നൂറയെയും സാബുമോനെയും ജയിലിലടച്ച്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.